Good afternoon. Good afternoon, ma'am. Yes, no, no, ma'am. Good afternoon, ma'am. Yeah, good afternoon. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് കംപ്ലീറ്റ് ചെയ്തിരുന്നോ? അറിയോ ആർക്കെങ്കിലും? ചെയ്തിരുന്നു എന്നാ മാം പറഞ്ഞു. ചെയ്തിരുന്നു. ഓക്കെ. ക്ലിയർ ആയോ എല്ലാവർക്കും? മനസ്സിലായോ എന്താണ് പാസീവ് വോയിസ് ആൻഡ് ആക്റ്റീവ് വോയിസ്? മനസ്സിലായോ? യെസ് മാം. യെസ്. വെരി ഗുഡ്. കുറച്ച് എക്സസൈസ് നമുക്ക് ചെയ്യാം. ഓക്കെ, നോട്ട്ബുക്ക് എടുക്കാം, എഴുതിയെടുക്കാം, എന്നിട്ട് ഇത് പാസീവ് വോയിസിലേക്ക് മാറ്റും. എന്തെങ്കിലും ടോപ്പിക് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരുന്നോ? ഇല്ല മാം. ഇല്ല, മാം. ഓക്കെ, അപ്പൊ എഴുതിയെടുത്തോളൂ. He had completed the assignment. എന്താണ് മാം? ഹി ഹാസ് കംപ്ലീറ്റഡ് എന്നാണോ? He had completed the assignment. They had planted a fruit tree. Sorry. They had planted a fruit tree. She had solved the problems. The tailor sewed a dress. The police officer arrested the robber. The police officer arrested the robber. Simi washed the dishes. Simi washed the dishes. We were waiting for the bus. They were planting flowers in the garden. He was playing cricket. We are watching TV. I kicked the ball. The teacher explains the topic. She will cook meal. You will sing a song. I will have written the letter. I will have written the letter.
You have painted the picture. They will have built the house. She'll have made the dress. He has finished his work. They have played football. Okay. Is it finished? Okay, ma'am. Okay. Yes, So let's change into passive voice. ഇതിന് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. കറക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യാം. കാരുണ്യ കുറച്ച് ആബ്സെന്റ് ആയിരുന്നോ? ആ മാം കഴിഞ്ഞ ക്ലാസ്സിൽ 2 ക്ലാസ്സിൽ ഇന്നലെയും ആബ്സെന്റ് ആയിരുന്നു, പിന്നെ ട്യൂസ്ഡേയും ആബ്സെന്റ് ആയിരുന്നു. ചിത്തു ക്ലാസ്സിൽ വരാറില്ലേ? ജോയിൻ ചെയ്യാറില്ല, കാണാറില്ല. ചിത്തു അറിയോ കാരുണ്യ?
ആൾക്ക് എന്താ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് തോന്നുന്നുണ്ട്. ബാക്ക് പെയിൻ എന്തോ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു അന്ന്. Okay. കംപ്ലീറ്റ് ആയത് പറയണം കേട്ടോ. കഴിഞ്ഞോ? നോ മാം കഴിഞ്ഞു.
Okay, first one answer ഒന്ന് പറഞ്ഞേ. Assignment had been completed by Assignment Okay. had been completed by him. Yeah. Anamika? Rashna? The assignment had been completed by him. Yeah. Yeah, പറയൂ. He had completed the assignment. Passive voice he had been completed the assignment. Okay. Vidya? The assignment had been completed by him. Yeah. Neha? He has been completed assignment. Answer? Neha? ഒന്നുകൂടെ പറഞ്ഞേ. He has been completed assignment. Okay. Anju? The assignment had been completed by him. Okay. Seema? Seema? സീമ ഇതുവരെ സീമനെ ക്ലാസ്സിൽ കണ്ടിട്ടില്ല. ഓക്കെ. യാ. അപ്പോ അനാമിക ആൻഡ് ഹലോ ഞാൻ സീമ സീമ കേൾക്കണ്ടോ? ഹലോ ഞാൻ ഫസ്റ്റ് ടൈം ആണ്, ഞാൻ വർക്കിംഗ് ആണ്. അപ്പൊ ഇന്ന് ഞാൻ ഫ്രീ ആയിപ്പോ കേറിയതാണ്, അങ്ങനെ കേറിയതാണ്. കണ്ടിട്ടേ ഇല്ല. ഓക്കെ, ഫസ്റ്റ് ടൈം ആണ്. ഓക്കെ, വെൽക്കം സീമ. അതെ 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 ഫസ്റ്റ് ടൈം. ഞാൻ സീമനെ ഇതുവരെ കണ്ടിട്ടില്ല. ഓക്കെ. ഇല്ല ഞാൻ തീരെ ജോയിൻ ചെയ്യാറില്ല. ജോയിൻ ചെയ്താൽ തന്നെ ഇടയിൽ കയറിയാൽ തന്നെ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാറുമില്ല. അപ്പൊ തന്നെ ലീവ് ഔട്ട് ആവാറ പതിവ്. മറ്റേ റെക്കോർഡ് ക്ലാസ്സസ് ആണ് പിന്നെ നോക്കാം. ഇത് ക്വസ്റ്റ്യൻ ചോദിക്കാനാണോ? ക്ലാസ് കണ്ടിരുന്നോ? ഇല്ല, ഇപ്പൊ തുടങ്ങി, ഇപ്പൊ കേറിയപ്പോ അതാന്ന് മനസ്സിലായി. പറഞ്ഞോളൂ. കുറച്ച് എക്സസൈസ് ഞാൻ ചെയ്തിരുന്നു, കുറച്ച് പറഞ്ഞിരുന്നു, ഞാൻ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിനെയെല്ലാം പാസീവ് വോയിസിലേക്ക് മാറ്റാനാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഓക്കെ, ആക്റ്റീവ് വോയിസ് ഇതാണ്. കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞിരുന്നു, ഒന്ന് നോക്കാവോ? ഓക്കെ, ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നീഹ? മിസ്സേ, അത് കറക്റ്റ് ആണോ നീഹ? അല്ല, എവിടെയോ മിസ്റ്റേക്ക് ഉണ്ട്. അനാമിക? Miss, കറക്റ്റ് ആണോ? അറിയില്ല. ഓക്കെ, നീഹ? മിസ്സേ, he had completed the assignment. Okay, ആ സെന്റൻസില് ഒബ്ജക്റ്റ് ഏതാണ്? അസൈൻമെന്റ് അസൈൻമെന്റ് ആണ്. ഓക്കെ, ഇത് ഏത് ടെൻസ് ആണെന്ന് പറഞ്ഞേ? he had completed the assignment. ടെൻസ് ഏതാണ്? പാസ്റ്റ് അല്ലേ? എന്നോട് ചോദിക്കണ്ട. ഓക്കെ, എല്ലാവരും പറഞ്ഞേ ഏത് ടെൻസ് ഏതാണെന്ന് പറഞ്ഞേ.
വിദ്യ ടെൻസ് ഏതാണ്? Tense past perfect. കാരുണ്യ പാസ്റ്റ് ആണ് മാം. Past അല്ല ma'am. Past. പാസ്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് പെർഫെക്റ്റ് Past perfect ആണ് ma'am. പാസ്റ്റ് പെർഫെക്റ്റ് ആണ് മാം. ആണ്. ഉറപ്പാണോ? ഷുവർ യെസ് മാം. Yes, ma'am. Yes, ma'am. ആണോ? നീല ആണോ? അതെ അല്ലേ? അല്ല, പാസ്റ്റ് പെർഫെക്റ്റ് അല്ല. പിന്നെ ഏതാണ് നീല? Past continuous. പെർഫെക്റ്റ് ആണ് മാം. ഹാർഡ് വന്നില്ലേ മാം? ആഡ് ഉണ്ട് ബീനും ആണോ? പ്ലസ് Perfect ing അല്ല അത്. വന്നാലല്ലേ പെർഫെക്റ്റ് അല്ല കണ്ടിന്യൂസ് ആവുക. ആണോ? സിമ്പിൾ പാസ്റ്റ് അല്ലേ അത്? ഹാഡ് കംപ്ലീറ്റ് ഹാഡ് ആണെങ്കിൽ ഹാഡ് എന്തിനാ സിമ്പിളിൽ വരുന്നത്? ജസ്റ്റ് ഹി കംപ്ലീറ്റഡ് അസൈൻമെന്റ് മതിയല്ലോ സിമ്പിൾ ആണെങ്കിൽ. ആണോ? ആണോ? Yes, രാഷ്ന, നീത, ജിൻഷ. ഹാർഡ് പെർഫെക്റ്റ് മാത്രല്ലേ വരുള്ളൂ? സിമ്പിൾ പാസ്റ്റ് അല്ലേ നീത? എന്തോ? Simple അല്ല past. ചെറുതായിട്ടുള്ള കൺഫ്യൂഷൻ വന്നു ഇപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ. ജിൻഷ എന്താ ma'am? ഏത് ടെൻസ് ആണ് ജിൻഷ? സിമ്പിൾ പാസ്റ്റ് ആണെന്ന് തോന്നുന്നു മാം പറഞ്ഞോണ്ട്. അല്ലെങ്കിൽ അത് കഴിഞ്ഞതല്ല മാം. ഹാഡ് കംപ്ലീറ്റഡ് അസൈൻമെന്റ്. അത് കഴിഞ്ഞു എന്നല്ലേ പറയുന്നത്? അപ്പൊ ചെയ്തു എന്നല്ലേ പറയുന്നത് അസൈൻമെന്റ്? അപ്പൊ ടെൻസ് ഏതാണ്? കഴിഞ്ഞതല്ല അപ്പൊ പാസ്റ്റ് ഏതാണ്? പാസ്റ്റ് ആണോ കണ്ടിന്യൂസ് ആണോ? കണ്ടിന്യൂസ് അല്ലല്ലോ, മുന്നേ കഴിഞ്ഞതല്ലേ? അപ്പൊ ഏതാണെന്ന് പറയുന്നത് പാസ്റ്റില്? സിമ്പിൾ പാസ്റ്റ് ആയിരിക്കുമല്ലോ അപ്പൊ. ഓക്കെ. അപ്പൊ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? പറയും ഏത് ടെൻസ് ആണ് അത് പറഞ്ഞില്ലേ? ഏത് ടെൻസ് ആണ്? പാസ്റ്റ് പെർഫെക്റ്റ്. പാസ്റ്റ് പെർഫെക്റ്റ് അല്ലേ? ഞാൻ ഈ കൺഫ്യൂഷൻ കാണിച്ചപ്പോ നിങ്ങൾക്കും കൺഫ്യൂഷൻ ആയോ? ഇല്ല മാം. പാസ്റ്റ് പെർഫെക്റ്റ് ആണ് ഉറപ്പിച്ചവരെ. ഞാൻ പറഞ്ഞിരുന്നു പാസ്റ്റ് പെർഫെക്റ്റ്. ഞാനും പറഞ്ഞിരുന്നു പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞു. കാരണം വിദ്യ ലാസ്റ്റിനൊക്കെ പറഞ്ഞു പെർഫെക്റ്റ് ആണ്. പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. ഓക്കെ, കൺഫ്യൂഷൻ ഒന്നും വേണ്ട. അത് ഹാഡ് വന്നു, സോ പെർഫെക്റ്റ് ആണ്. ഹാഡോ ഹാസോ ഹാവോ വന്നാല് പെർഫെക്റ്റ് ആണെന്ന് മനസ്സിലാക്കാം. ഹാഡ് വന്നത് കൊണ്ട് ഇത് പാസ്റ്റ് ആണ്, കഴിഞ്ഞു പോയതാണ്. ഇനി ഹാവോ ഹാസോ ആണെങ്കിൽ അത് പ്രസന്റ് ആണ്. പ്രസന്റ് പെർഫെക്റ്റ് ആണ്. ഓക്കെ, ടെൻസ് എപ്പോഴും മാറിപ്പോകരുത്. ഞാൻ എങ്ങനെ മറിച്ചും തിരിച്ചും ചോദിച്ചാലും കറക്റ്റ് ആയിട്ട് പറയണം. ഓക്കെ, അപ്പോ നീഹ പറയൂ. ഹി ഹാഡ് കംപ്ലീറ്റഡ് ദി അസൈൻമെന്റ് എന്ന് പറയുന്ന സെന്റൻസിൽ അസൈൻമെന്റ് ആണ് ഒബ്ജക്റ്റ് ആയിട്ട് വരാം. സോ ഒബ്ജക്റ്റിന്റെ ഫസ്റ്റ് നമ്മൾ എഴുതണം. ദെൻ അവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഹാഡ് ആണ് അല്ലെ? സോ ഹാഡ് നമുക്ക് എഴുതാം. അതിനുശേഷം പിന്നെന്താ വേണ്ടത്? അസൈൻമെന്റ് ഹാഡ് കംപ്ലീറ്റ്. പെർഫെക്റ്റ്. അത് ഏത് ടെൻസ് ആയിക്കോട്ടെ, ഏത് ടെൻസില് പെർഫെക്റ്റ് ആണെങ്കിൽ നമ്മൾ പാസീവ് വോയിസിലൊക്കെ മാറ്റുമ്പോ ബീൻ വേണം. ബീൻ, BEEN, ബീൻ അവിടെ എന്തായാലും കാണാം. അപ്പൊ എന്താ പറയാ? The assignment had been completed by him. ഇതാണ് ആൻസർ. മനസ്സിലായോ? അപ്പോ സെക്കൻഡ് വണ്ണിന്റെ ആൻസർ ഒന്ന് നീക പറഞ്ഞേ. Second one. A fruit tree had been planted by them. Yeah. Neha പറയൂ. They had planted a fruit tree.
പോയോ? ഇല്ല പോയിട്ടില്ല. നീഹയോട് ചോദിക്കുന്നതുകൊണ്ട് നീഹ ഒന്നും വിചാരിക്കണ്ട. ചോദിക്കാൻ കാരണം നീഹക്കത് ഡൗട്ട് ഉണ്ടെന്ന് എനിക്കിത് മനസ്സിലായി. സോ അത് ക്ലിയർ ചെയ്യണം. ഓക്കെ, ക്ലിയർ ചെയ്യാൻ ഞാൻ വീണ്ടും നീഹയോട് തന്നെ ചോദിക്കുന്നത്. ബാക്കി എല്ലാവരും പറയുന്നുണ്ട്, നീഹ മാത്രം പറയുന്നില്ല. അനാമിക പറയുന്നില്ല, പക്ഷെ റെസ്പോൺസ് വളരെ കുറവായതുകൊണ്ടാണ് ഞാൻ അനാമികയോട് പറയാത്തത്. ഓക്കെ, പറയൂ നീഹ, ആൻസർ പറഞ്ഞേ. They had planted a fruit tree. ഇല്ല, ബാക്കി ആൻസർ എല്ലാവരും പറഞ്ഞു. planted by them. ഓക്കെ, A fruit tree had been planted by A fruit tree had been planted by them. A fruit. ഓക്കെ, a fruit tree had been planted by them എന്നാണ് വരാ. ഓക്കെ, സോ നെക്സ്റ്റ് വൺ, തേർഡ് വൺ. തേർഡ് വൺ ആരെങ്കിലും ഒരാൾ പറയൂ. ക്വസ്റ്റ്യൻ വായിക്കാൻ ആൻസർ പറയാ. She had solved the problem. The problem had been solved by her. ഓക്കെ, കാരുണ്യ നീഹയോട് ചോദിക്കാം. നീഹക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്ന് പറഞ്ഞത്. നീഹ ആ തേർഡിന്റെ ആൻസർ ഒന്ന് പറഞ്ഞു നോക്കട്ടെ. ഒന്നുകൂടി പറയോ? കേൾക്കായില്ല. She had solved the problem. She had solved the problem. Problem. She had solved the problem. അത് ഏത് ടെൻസാ? നീഹ മനസ്സിലാവുന്നില്ല? പാസീവ് വോയിസ് ഡൗട്ട് ഉണ്ടോ? അല്ല മിസ്, ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരുമ്പോ കൺഫ്യൂഷൻ വന്നി. പിന്നെ ഇത് പഠിക്കണ്ടേ? അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേ. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴാണ് നമ്മൾ അറിയുള്ളൂ നിങ്ങത് മനസ്സിലായോ ഇല്ലയോ എന്ന്. ഒന്ന് പറഞ്ഞു നോക്കിയേ. കാരുണ്യ ചോദിക്കുന്നതോട് റിപ്ലൈ ചെയ്യും, റെസ്പോണ്ട് ചെയ്യും. ഓക്കെ നീഹ? നീഹ അത് ഏത് ടെൻസാ നീഹ? പെർഫെക്റ്റ് ആണോ? എടാ ഒന്ന് ജസ്റ്റ് നോക്കി നോക്കൂ. അതിൽ വല്ല ദേ ഹാഡ് വരുന്നുണ്ട്, പിന്നെ വരുന്ന പ്ലാന്റഡ് ആണ്. അപ്പൊ അത് നോക്കി നോക്കൂ ഏതാ വരുന്നതെന്ന്. സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് എന്താ വന്ന V3 അല്ലെങ്കിൽ V2 ഫോം V3 ആണ് വരുന്നത്. പിന്നെ എന്താ അത്? പ്രസന്റ് പെർഫെക്റ്റ് ആണ്. സോറി പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. സോറി പറഞ്ഞു, പാസ്റ്റ് ഹാഡ് വന്നുകൊണ്ട് തന്നെ പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. ഹാഡ് വരുന്നത് എപ്പോഴും പാസ്റ്റിലായിരിക്കും, പാസ്റ്റ് പെർഫെക്റ്റിലാണ് ഹാഡ് വരിക. ബാക്കി ഏത് ഇതിലും ഹാഡ് വരില്ല, പാസ്റ്റിലാണ് ഹാഡ് വരിക. ഹാഡ് ബീൻ ആണെങ്കിൽ അത് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയിരിക്കും. പെർഫെക്റ്റ് മാത്രമാണെങ്കിൽ അത് ഹാഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഹാഡ് കാണുന്നത് അവിടെ ജസ്റ്റ് നോക്കി നോക്കുക. അതിന്റെ അടുത്ത് ബീനും കൂടി ഉണ്ട്, പ്ലസ് ING ഫോമിലെ വേർബ് വരുന്നെങ്കിൽ അത് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയിരിക്കും. ഹാഡ് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് അതെന്ത് മനസ്സിലായി? പിന്നെ അതിന്റെ അടുത്തുള്ളത് V3 ഫോമും ആണ്. സോ ഇറ്റ്സ് പാസ്റ്റ് പെർഫെക്റ്റ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റിന്റെ തന്നിട്ടുള്ള ആക്റ്റീവ് വോയിസിനെ പാസീവ് വേർഡ്സ് ആക്കുന്ന പാസ്റ്റ് പെർഫെക്റ്റിന്റെ ഒരു റൂൾസ് ഒന്ന് നോക്കി നോക്കൂ. അതിലെന്താ വരുന്നതെന്ന്. പാസ്റ്റ് പെർഫെക്റ്റിന്റെ ഒബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് V3 പ്ലസ് ബൈ പ്ലസ് സബ്ജക്ട്. അപ്പൊ ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കിക്കേ. ഈ തന്നതിൽ ഒബ്ജക്ട് ഏതാ? ഇതിലാണോ? ഈ ക്വസ്റ്റ്യനിലാണോ? She had solved the problem. അതിൽ ഒബ്ജക്ട് ഏതാ? Solve the problem. സോൾവ് അത് മുഴുവനായിട്ട് വരില്ല. ദ പ്രോബ്ലം അതാണ് അതിലത്തെ ഒബ്ജക്ട്. സോൾവ് എന്ന് പറഞ്ഞത് ഒരു ക്രിയ അല്ലേ, ചെയ്ത കാര്യല്ലേ. അപ്പൊ അത് വെർബാ. അപ്പൊ ദ പ്രോബ്ലം ആണ് ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ അതിനെ ഫസ്റ്റ് വെച്ചു, ദ പ്രോബ്ലം. പിന്നെ നമ്മുടെ അതില് റൂളിൽ എന്താ പറയുന്നത്? ഒബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ ആണ്. അപ്പൊ
The problem had been plus V3 form. I already solved എന്നുണ്ട്. സോൾവിന്റെ solved തന്നെയാണ്. അപ്പൊ V3 solved തന്നെയാണ്. അപ്പം the object had been solved. പിന്നെ by പിന്നെ സബ്ജക്ട് ഏതായാലും she ആണ്. she അപ്പം പാസീവ് വേർഡ്സിലാവുമ്പോൾ എന്തായി മാറും? her ആയി മാറും. But the problem had been solved by her. മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ട്, എന്നാലോ എവിടെയൊക്കെ ഒരു കൺഫ്യൂഷൻ. ജസ്റ്റ് ഇത് ഏത് ഇതിലാണെന്ന് സോർട്ട് ചെയ്യാം. ഏത് ടെൻസ് ആണെന്നത് സോർട്ട് ചെയ്യുക. ഏത് ടെൻസ് ആണ് അതിനകത്ത് ഏതൊക്കെ വേർഡ്സ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. മനസ്സിലാക്കിയാൽ ഏത് ടെൻസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തന്നിട്ടുള്ള റൂൾ ഉണ്ടല്ലോ, ഓരോ സിമ്പിൾ പാസ്റ്റ് എങ്ങനെയാണ്, പാസ്റ്റ് പെർഫെക്റ്റ് എങ്ങനെയാണ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അത് അപ്ലൈ ചെയ്താൽ മതി. അത്ര ടെൻഷനും ഇതാവൊന്നും വേണ്ട, കൺഫ്യൂഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മൊത്തത്തില് പഠിക്കുമ്പോ മനസ്സിലാവും, പിന്നെ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരുമ്പോഴാ പോണേ. അത് അപ്ലൈ ചെയ്ത് എടാ നീ എഴുതി വെക്കും, ഒരു ഭാഗത്ത് എഴുതി വെക്കും സിമ്പിൾ പാസ്റ്റ് എങ്ങനെയാണ്, പാസ്റ്റ് പെർഫെക്റ്റ് എങ്ങനെയാണ്. ജസ്റ്റ് അത് ഏതാ നോക്കുക. നമുക്കൊരു സെന്റൻസ് ഉണ്ട്, ഏതാന്ന് സോർട്ട് ചെയ്യാൻ മനസ്സിലാക്കുക, എന്നിട്ട് അതിലേക്ക് അപ്ലൈ ചെയ്തിടുക. Okay. Neha totally confused ആണ്. അതെ മിസ്സേ. നമുക്ക് ക്ലിയർ ചെയ്യാം. ഓക്കെ, എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ ആദ്യം നീഹക്ക് ടെൻസ് ആണ് അറിയാത്തെ, പാസീവ് വോയിസ് അല്ല അറിയാത്തെ, ടെൻസ് അറിയാം. അപ്പൊ ടെൻസ് ആണ് പഠിക്കേണ്ടത്. പഠിച്ചു വന്ന കാര്യമാണ് അല്ലേ? ടെൻസ് എല്ലാം കഴിഞ്ഞു. അതെ, എല്ലാം അതെ. ഓക്കെ, അപ്പോ ടെൻസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ടെൻസ് ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ ആൻസർ പറയണ്ട. ഇപ്പൊ തന്നിരിക്കുന്ന ആക്റ്റീവ് വോയിസ് ഉണ്ടല്ലോ, അതെല്ലാം ഏത് ടെൻസ് ആണ് എന്ന് ഓരോരുത്തരും പറയാം. എല്ലാവരും കൂടെ പറയണ്ട, ഒരാള് ഫുള്ള് പറയാം, അതിനുശേഷം അടുത്താളും പറയാം. ടെൻസ് മാത്രം പറയാം. ഓക്കെ, ആൻസർ ഇപ്പൊ പറയണ്ട. ഓക്കെ, ജിൻഷ സ്റ്റാർട്ട് ചെയ്തോളൂ. ഒരു ഫസ്റ്റ് ഒടുങ്ങി ഒരു 6 ജിൻഷ പറയും. ജിൻഷ ക്ലിയർ അല്ലല്ലോ? ഇപ്പൊ ക്ലിയർ അല്ല? ഒന്നും ക്ലിയർ അല്ല. പറയണ്ട. He had been completed the assignment. ആൻസർ അല്ല, ജസ്റ്റ് ഏത് ടെൻസ് ആണെന്ന് പറഞ്ഞാൽ മതി. ഇത് സിമ്പിൾ പറയൂ ജിൻഷ. He had been completed the assignment എന്നുള്ളത് സിമ്പിൾ പെർഫെക്റ്റ് അല്ലേ? ഓക്കേ, അങ്ങനെ ഇരിക്കട്ടെ. സെക്കൻഡ് വൺ, they had been planted a fruit tree. ടെൻസ് ഏതാന്ന് മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ, ഇത് പറയൂ ടെൻസ് ഏതാണ്? they had planted at fruit tree പറയുമ്പോൾ had been planted. ശരി, പ്ലാന്റഡ് ചെയ്ത കാര്യമല്ല, പ്ലാൻ ചെയ്തല്ലോ. അപ്പൊ അത് സിമ്പിൾ പെർഫെക്റ്റ് തന്നെയല്ലേ മാം? ഇനി മൂന്നാമത് തേർഡ് വൺ, she had been solved the problem. ഇല്ല, ഹാഡ് മാത്രമേ ഉള്ളൂ. ഹാഡ്, she had solved the problem. ഇതിനകത്തും സോൾവ്ഡ് എന്ന് പറയുമ്പോൾ അത് സോൾവ് ചെയ്തു, പ്രോബ്ലം സോൾവ് ചെയ്തു. അപ്പൊ അതും സിമ്പിൾ പെർഫെക്റ്റ് ആണ്. ഇനി ഫോർത്ത് വൺ, the tailor
ടൈലർ സിയുടെ ടൈലർ സ്വീറ്റ് ഡ്രസ് അത് തയ്ച്ചു എന്നല്ല അപ്പൊ പെർഫെക്റ്റ് ആണല്ലേ വരുന്നത്. ഓക്കെ ജിൻഷ. The police officer arrested the robber. Okay. അതും സിമ്പിൾ പെർഫെക്റ്റ് അല്ലേ മാം വരുന്നത്? ഓക്കെ ജിൻഷ, ഞാനൊരു കാര്യം കൂടെ പറയട്ടെ. സിമ്പിൾ പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസ് നമ്മൾ ഇതുവരെയും പഠിച്ചിട്ടില്ല, നമ്മുടെ ഗ്രാമറിൽ ഇല്ല. എടാ 3 ടെൻസാ മെയിൻ ആയിട്ടുള്ളത്, പാസ്റ്റ് പ്രസന്റ് പെർഫെക്റ്റ്. അതിലാണ് സിമ്പിൾ പ്രസന്റ് സിമ്പിൾ അങ്ങനെയുള്ളത്. അല്ലാതെ സിമ്പിൾ പെർഫെക്റ്റ് എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. സിമ്പിൾ പാസ്റ്റ് പറയാം, പിന്നെ പാസ്റ്റ് പെർഫെക്റ്റ് പറയാം, പാസ്റ്റ് കണ്ടിന്യൂസ് ഉണ്ട്. അല്ല ഈ പാസ്റ്റ് എന്ന് പറയുന്നത് ജിൻഷ ടെൻസ് അറിയില്ല. ഓക്കെ, നമുക്ക് പഠിക്കാം, ഒന്നും വിചാരിക്കണ്ട. അയ്യോ തെറ്റിപ്പോയി മിസ് ചെയ്യാം, അതൊന്നും വിചാരിക്കണ്ട. എനിക്ക് ടെൻസ് അറിയോ ഇല്ലയോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഓക്കെ, നമുക്ക് വീണ്ടും അത് പഠിക്കാം. ഹാഡ് വരുമ്പോ കൺഫ്യൂഷൻ വരുമ്പോ അത് മനസ്സിലായി എനിക്ക്, അത് എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞുതരാം, അപ്പൊ നോക്കാം എല്ലാവർക്കും അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, അടുത്ത ക്ലാസ്സിലൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്ത് ടെൻസ് എല്ലാം ക്ലിയർ ചെയ്ത് തരാം ഞാൻ. ഓക്കെ, നെക്സ്റ്റ് ലാഷ്ന പറയൂ. ഞാൻ തന്നെ പറയണോ? ഇതന്നെ പറഞ്ഞാൽ മതി. ഹി ഹാഡ് കംപ്ലീറ്റഡ് ദ അസൈൻമെന്റ്. ഏത് ടെൻസ് ആണ്? He had completed the assignment, past perfect. Second, the police officer arrested the robber. The police officer arrested the robber, simple past. We were waiting for the bus. We were waiting for the bus, past continuous. He was playing cricket. എന്താ മാം കേട്ടില്ല? He was playing cricket. He was playing cricket. He was playing cricket. Present continuous. We are watching TV. അതും കണ്ടിന്യൂസ് അല്ലേ? പ്രസന്റ് കണ്ടിന്യൂസ്. He was playing cricket. He was playing cricket. അതല്ലേ ഇപ്പം പറഞ്ഞേ അല്ലേ? Was playing cricket. He was playing cricket. പറയൂ. Present perfect continuous. ഈശ്വര, അത്രക്കൊക്കെ വേണോടാ? എടാ വാസം വേറെ വരുന്നത് ഏതിലാ? ബാക്കി കറക്റ്റ്. അതല്ല, ഞാൻ വി ആർ വാച്ചിങ് ടി വി ചോദിച്ചപ്പോ ഓക്കെ പ്രസന്റ് കണ്ടിന്യൂസ് അത് പറഞ്ഞു. ഓക്കെ, അതിനുശേഷം ഞാൻ ഹി വാസ് പ്ലേയിങ് ക്രിക്കറ്റ് ഒന്നുകൂടെ ചോദിച്ചു. ആദ്യം പറഞ്ഞത് പാസ്റ്റ് കണ്ടിന്യൂസ് പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞു. പിന്നെ അത് മാറി ഏതാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസോ? ഓക്കെ ദർശന, താങ്ക് യു. സമാധാനം. ഓക്കെ, ഇനി ആരാ? അഞ്ജു. Yes, ma'am. I kicked the ball. Indo, ma'am. I kicked the ball. ആ സെന്റൻസ് ഏത് ടെൻസ് ആണ്? I kicked the ball. Simple present. The teacher explains the topic. The teacher explains the simple. Adum simple present. He was playing cricket. He was playing cricket, past continuous. We are watching TV.
We are watching TV. Present continuous. Okay. ഇനി ആരാ? നീഹ. നീഹയോട് ചോദിക്കണം. നീഹ. She will cook meal. Just ഒന്ന് പറയൂ. She will cook meal. She will cook me. She will cook meat. അതല്ലേ മിസ്സേ? ടെൻസ് ഏതാണെന്ന് പറഞ്ഞാൽ മതി. അറിയില്ല. ഓക്കെ, കുഴപ്പമില്ല നീഹ. അനാമിക. Miss, she will Cook meal. future perfect tense. Next up, the teacher explains the topic. Teacher Explains the topic. continue. Past continue. Okay. Any next up, he has finished his work. He has finished his work. past tense. Okay. Full Next, Vidya. Ma'am. Yeah. Okay, ma'am. They have played football. They have played football. They have present continuous. You will sing a song. You will Sing a song. simple future. We are watching TV. We are watching TV. Present continuous. I kick the ball. Simple present. She will have made the dress. And the She will have made the dress. future perfect. You will sing a song. You will sing a song. You will future symbol. Future symbol. Future tense another. Symbol. Next, they have played football. They Have played football. They have a simple present. Alla, present perfect. He has finished his work. He has finished his work. Past perfect. Simi washed the dishes. Simi Washed the dishes. Simple past. We were waiting for the bus. Other past continuous. She had solved the problem. Other past perfect. They have played football. They had no. Have. They have other present perfect. They had a Have. other present perfect. He has finished his work. He has
finished his work. അത് പാസ്റ്റ് പെർഫെക്റ്റ്. അതെന്താ അങ്ങനെ? ബാക്കി എല്ലാം കറക്റ്റ് ആയിട്ട് വന്നു. ഒന്നും തന്നെ അല്ല, He has finished his work. ഈ ഹാഡ് ആണോ? Has. ആ, അവിടെ ഹാഡ് എന്നാണ് ഞാൻ കേട്ടത്. ആ, പ്രസന്റ് പെർഫെക്റ്റ്. ഓക്കെ. കാരുണ്യ, കാരുണ്യങ്ങൾ വരും. അതൊക്കെ കഴിഞ്ഞു. I will have written the letter. I will have written the letter. It's future perfect. We are watching TV. We are watching TV. Present continuous. She will cook meal. She will cook meat. Other simple future. I kick the ball. Other kick the ball. Simple present. He has finished his work. He has finished his work. Present perfect. They were planting flowers in the garden. They were planting. Past continuous. The tailor sewed a dress. The tailor sewed a dress. Sewed a dress. Past, simple past. They had planted a fruit tree. Past perfect. Okay. Okay, ma'am. അപ്പോ എല്ലാവരോടും ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഓണസ്റ്റ് ആയിട്ടൊന്ന് പറഞ്ഞു. What you feel now? You have doubts? ഒരുവിധമൊക്കെ ശരിയായിട്ടുണ്ട്. അതെ, ഏകദേശം കുഴപ്പമില്ലാതെ ശരിയാക്കിയിട്ടുണ്ട്. ടെൻസ് കുഴപ്പമില്ലാതെ അറിയാം. അന്ന് മാം പറഞ്ഞു കുറെ ഇതൊക്കെ അറിയില്ലായിരുന്നു സംഭവം. ഇംഗ്ലീഷിന്റെ ക്ലാസ്സിൽ കയറി തന്നെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ സബ്ജക്ട് തന്നെ വെറുപ്പായിരുന്നു. മെയിൻ ആയിട്ട് ഗ്രാമർ ആണ്. ഇപ്പൊ ഒരു കോൺഫിഡൻസ് ലെവൽ വന്നു തുടങ്ങി, കിട്ടും എന്നുള്ളത്. വിദ്യ ആദ്യം പറഞ്ഞപ്പോ ചിലത് മിസ്റ്റേക്ക് വന്നു. വീണ്ടും ചോദിക്കുമ്പോൾ കറക്റ്റ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു. ആ, അതപ്പോ ആദ്യം ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല ഇംഗ്ലീഷ് എന്ന്. ഇപ്പൊ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോ എന്നെ കേറാന്നുള്ള താല്പര്യം തോന്നുന്നുണ്ട്. അത് അറിയുമ്പോ അങ്ങനെയാണല്ലോ. ഓക്കെ, എന്തായാലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ടെൻസ് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. ടെൻസ് ഐഡന്റിഫൈ ചെയ്യുന്നത് തന്നെ ബെറ്റർ ആണ്. ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയാൽ അത്രയും നല്ലതാണ്. പിന്നെ നമുക്ക് സെന്റൻസ് മേക്ക് ചെയ്യാനൊക്കെ സിമ്പിൾ ആയിട്ട് തോന്നുന്നത്. കാരണം നിങ്ങൾക്ക് ഒരു കാര്യം കേൾക്കുമ്പോ ഓക്കെ അതിന്റെ ടെൻസ് ആണ്, നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അനാമികക്ക് തോന്നുന്നു എന്താ മിസ്, ആദ്യം ഇംഗ്ലീഷ് ഫസ്റ്റ് അറിയാന്ന് വെച്ചാൽ, പക്ഷെ പിന്നീട് ഇങ്ങനെ കൊറേ ഇത് വന്നപ്പോഴത്തേക്കും അത് പെട്ടെന്ന് മനസ്സിലാവണില്ല. പക്ഷെ ഇപ്പൊ കുറച്ചൊക്കെ മനസ്സിലായിട്ട് ടെൻസ് അറിയാവുന്നതായിരുന്നു വെച്ചാൽ അതൊക്കെ ഡിഗ്രി കഴിഞ്ഞൊരു 2-3 വർഷത്തെ ഗ്യാപ്പ് വന്നപ്പോഴത്തേക്കും പെട്ടെന്ന് മറന്നു. പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. ഓക്കെ, പക്ഷെ ടെൻസ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആകാനുണ്ട്. ടെൻസ് ഓക്കെ മാം, അത് ക്ലിയർ ചെയ്താല് ബാക്കി കുഴപ്പമില്ല. ജിൻഷ പറയൂ. മാം ഇനി ഫുൾ എന്താ പറയാ, പെട്ടെന്ന് കേച്ച് ചെയ്യാനുള്ള എന്തെങ്കിലും ഇതുണ്ടോ? വോയിസും വേറെ വരുമ്പോ അല്ലെങ്കിൽ ഈ സെന്റൻസ് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണോ മാറ്റുന്നത് നല്ലത്, അല്ലെങ്കിൽ വോയിസും ഹാസും ഹാവും എല്ലാം വരുമ്പം അങ്ങോട്ടേക്ക് മാറ്റുന്നതാണോ നല്ലത്? ഒരു ക്ലൂ സിമ്പിൾ ആയിട്ട് ജിൻഷ, ഇതില് മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, നമ്മുടെ ഓരോ മൊഡാൽ വേർബും ഓരോ ഓക്സിലറീസും ഇതൊക്കെ വെച്ചാല് നമുക്ക് ഏത് ടെൻസ് ആണ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഏറ്റവും സിമ്പിൾ ആണ്. അങ്ങനെ നോക്കിയാൽ മാത്രം മതി. ഓക്കെ, ഞാനിത് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഞങ്ങൾ ക്ലിയർ ചെയ്തത്. പിന്നെ എന്തായാലും ടൈമില്ല. അടുത്ത ക്ലാസ്സിൽ മാക്സിമം ജോയിൻ ചെയ്യാൻ നോക്കാം. ഓക്കെ, നമുക്കത് ക്ലിയർ ചെയ്യാം. ഓക്കെ, ലക്ഷ്ന എന്തോ മിസ് തോന്നുന്നു കുറച്ച് പൂറാണ്. കുറച്ചൊക്കെ അറിയാം, എന്നാലും ചെറിയൊരു കൺഫ്യൂഷൻ കൺഫ്യൂഷൻ വരുമ്പോ തെറ്റിപ്പോകും. കുഴപ്പമില്ല. നീക ഒന്നുകൂടെ പഠിക്കണം അല്ലേ? അതെ. അതെ, അപ്പോ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. കാരുണ്യ മാക്സിമം ജോയിൻ ചെയ്യാൻ നോക്കാം. കാരണം എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പറഞ്ഞു കൊടുക്കാം, എന്നാലേ ക്ലിയർ ആവുള്ളൂ. കാരണം ഇനി ക്ലിയർ ആയില്ലെങ്കിൽ ശരിയാവില്ല. കാരണം ഇനി ടൈം ഇല്ല.
കോഴ്സ് കംപ്ലീറ്റ് ആവാനുണ്ട്. കുറച്ച് വീക്സ് മാത്രമേ ഉള്ളൂ അല്ലെ, മന്ത് ഒന്നും ഇല്ല അല്ലെങ്കിൽ വീക്സേ ഉള്ളൂ അല്ലെ. യെസ് മാം. അപ്പോ ക്ലിയർ ചെയ്യണം ടെൻസ്. ഇനി ഒരിക്കലും ഗ്രാമർ പഠിക്കാൻ വേണ്ടി നിങ്ങൾ ഇങ്ങോട്ട് പോകരുത്. ഇവിടെ വെച്ചിട്ട് ഗ്രാമർ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. യെസ് മാം. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്കത് ക്ലിയർ ചെയ്യാം. ഓക്കെ 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 മാം. ഓക്കെ, നമുക്ക് ഭയങ്കര പേരാണോ? ഓക്കെ മാം, താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു. Okay, ma'am. Thank you. എന്തോ രീഹ? അടുത്ത ക്ലാസ്സിന് ചൊവ്വാഴ്ചയല്ലേ? എന്തോ ചൊവ്വയല്ലേ അടുത്ത ഇംഗ്ലീഷ് ക്ലാസ് ഉള്ളത്? അടുത്ത ക്ലാസ് ട്യൂസ്ഡേ. ആ മിസ്, അപ്പൊ ചിലപ്പോ എനിക്ക് ലൈവ് ക്ലാസ് കേറാൻ പറ്റില്ല കേട്ടോ. അപ്പൊ റെക്കോർഡിംഗ് ആയിരിക്കും കേൾക്കണം. അത് ഞാൻ പറഞ്ഞു. ഓക്കെ ഓക്കെ, ജോയിൻ ചെയ്താൽ നല്ലതായിരുന്നു. ഓക്കെ, കുഴപ്പമില്ല, നോക്കാം ചെയ്യാൻ പറ്റുമോ അറിയില്ല. ട്രൈ ചെയ്യൂ. ഓക്കെ, യാ, താങ്ക് യു. താങ്ക് യു മാം.